ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവോ 125 BS6 മോഡൽ വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ വർക്കിന് ചെയ്തിട്ടുണ്ട്. ജനറൽ സർവീസ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം, വാട്ടർ സർവീസ്, പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ചെക്ക്, അതായത് വാണിംഗ് ലാമ്പ് തെളിഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇത്രയും കംപ്ലയിൻ്റാണ് മെയിനായിട്ടുള്ളത്. നമുക്ക് ജനറൽ സർവീസിനോടനുബന്ധിച്ച് വണ്ടി ഓടിച്ച് നോക്കി നമ്മൾ വർക്കിന് കയറ്റി. ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻസൊന്നും തോന്നുന്നുണ്ടായില്ല. നമുക്ക് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം, ക്ലച്ച് ഗ്രീസിങ്, ബ്രേക്ക്, ഫ്രണ്ടും ബാക്കും ബ്രേക്ക്, എയർ ഫിൽറ്റർ തുടങ്ങിയിട്ട് എല്ലാ ഭാഗങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയച്ചാണ്. ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ബ്രേക്കിൻ്റെ ക്യാമിനൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട്, അതൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് ബ്രേക്ക് ലൈനർ നമുക്ക് ക്ലീൻ ചെയ്ത് കയറ്റാം. വീലിൻ്റെ ഷാഫ്റ്റ്, വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണ്. അതിൻ്റെ ബെയറിംഗ് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ കിടക്കണേ, MRF-ൻ്റെ ആണ്, നല്ല ടയറാണ്. ഹബിന് വേറെ പറയത്തൊക്കെ, ഹബിൻ്റെ ഭാഗത്തും വേറെ സ്ക്രാച്ചോ കാര്യങ്ങളും നിലവിലില്ല. അപ്പോൾ നമുക്ക് ശരിക്കും ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്യാം, ബ്രേക്ക് ലൈനർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ നമുക്ക് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. എയർ ഫിൽറ്റർ നമുക്ക് സാധാരണ രീതിയിൽ മാറ്റേണ്ടി വരുന്നത് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴാണ്. അപ്പോൾ നിലവിൽ നമുക്കിപ്പോൾ അത് ചെയ്യേണ്ട ആവശ്യമില്ല, നിലവിൽ തുടച്ച് ക്ലീനാക്കി ഇട്ടാൽ മതി. പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിൽ വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ക്ലച്ച് ഷാഫ്റ്റിൻ്റെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവിടെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുണ്ട്. ഓയിൽ ലീക്കായിട്ട് ഓയിൽ ഇങ്ങനെ മൊത്തം തെറിച്ചിട്ടുണ്ട് ഈ സൈഡൊക്കെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഓയിൽ സീൽ മാറ്റിയതിന് ശേഷം ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം. കാരണം ഈ സൈഡ് ഡ്രൈ ആണ്, അതായത് ബെൽറ്റ് ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലേക്ക് ഓയിലോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. നമ്മൾ മാനുവലായിട്ട് അതിൻ്റെ ക്ലച്ച് പുള്ളിയുടെ ഭാഗമൊക്കെ ഗ്രീസിങ് ആണ് നമുക്ക് ചെയ്യേണ്ടി വരിക. ഇപ്പം നിലവിൽ ഇപ്പോൾ ആ ഓയിൽ ലീക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഓയിൽ സീൽ മാറ്റി ക്ലീൻ ചെയ്ത് റെഡിയാക്കാം. ഗിയർ ബോക്സിനകത്ത് തന്നെ ഓയിലിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ നമുക്ക് അതൊന്നും കൂടി ടോപ്പപ്പ് ചെയ്ത് പോകാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ എന്ന് പറയുന്ന യൂണിറ്റാണത്. നിലവിൽ CVT ക്ലച്ചിൻ്റെ ഒരു പാർട്ടാണ്. നിലവിൽ തേമാനം കാര്യങ്ങളൊന്നും ഇല്ല, നോർമൽ സാധാരണ രീതിയിലാണ്. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ച് യൂണിറ്റ് ആയാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. നമുക്കതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ വരുമ്പോഴത്തേക്കും ബെൽറ്റ് നമുക്ക് ഇതുമ്പോൾ കിടക്കുന്ന കമ്പനി ബെൽറ്റ് തന്നെയാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. 20,000 കിലോമീറ്ററോളം നിലവിൽ ഓടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ഈ സൈഡിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സെൻറ്റർ ഭാഗം പൊട്ടൽ വന്നിട്ടുണ്ട്, പൊട്ടിയിട്ടുണ്ട് ഈ സൈഡ് കണ്ടോ. അപ്പോൾ അത് നമുക്ക് അത്യാവശ്യം നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് കൂടുതലായിട്ടുള്ള ഓട്ടം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ കൈയോടെ മാറ്റി കളയാനാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ബെൽറ്റ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വഴി പെട്ടുന്ന സിറ്റുവേഷൻ വരും. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴും ഇതേപോലെ തന്നെയാണ്. ബെൽറ്റ് എൻ്റെ ഓരോ ലെഗിൻ്റെ ഉള്ളിൽ കൂടെയും പൊട്ടി വീണിട്ടുണ്ട്. എന്തുകൊണ്ടും മാറ്റിയിടുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താ വെച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും നമുക്ക് മാറ്റേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് പെട്ടെന്നായിരിക്കും എൻ്റെ കംപ്ലയിൻറ്റ്സ് കൂടുന്നത്. അപ്പോൾ പിന്നെ അത് നെക്സ്റ്റ് സർവീസ് വരെ കിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് നമ്മൾ ബെൽറ്റ് പൊട്ടി വഴി പെട്ടുന്ന സിറ്റുവേഷൻ വരും. പിന്നെ ഓയിൽ ലീക്കിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഇവിടെ ഉണ്ട്, ഓയിലിനകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം. കിക്കറിൻ്റെ വീലും കൂടി കൂട്ടത്തിലൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടേക്കാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ മാറ്റുന്നുണ്ട്, ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിടുന്നുണ്ട്. ബാറ്ററി എക്സൈൻ്റെ ബാറ്ററിയാണ് വണ്ടി ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. നിലവിൽ 13 വോൾട്ട് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വോൾട്ടാണ്. നമ്മൾ ലോഡ് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. ലോഡ് ടെസ്റ്റിലേക്ക് വിടുമ്പോൾ 8.75 വരുന്നുണ്ട്. ഇച്ചിരി ലോ ആയിട്ട് കാണുന്നത്, പക്ഷേ നിലവിൽ പ്രോബ്ലം ഒന്നുമില്ല. മാക്സിമം നമുക്ക് ഉപയോഗിക്കാം. ഒരു 8.5 വോൾട്ടിൽ താഴേക്ക് പോയാലും നമുക്കൊരു കംപ്ലയിൻ്റ് ആയിട്ട് കൂട്ടാൻ പറ്റുള്ളൂ. തൽക്കാലം വേറെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വാണിംഗ് ലാമ്പിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമുക്ക് അതൊന്ന് പെയർ ചെയ്ത് നോക്കിയായിരുന്നു, ഡയഗ്നോസ് ചെയ്തായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്ക് അതിനകത്ത് കാണിച്ചേക്കുന്നത് ഓക്സിജൻ സെൻസറിൻ്റെ ഒരു പ്രോബ്ലം ആയിട്ടാണ് കണ്ടത്. അപ്പോൾ ഞാനൊന്ന് അഴിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഓക്കെ ആയിട്ടുണ്ട്. അത് കുറേ കഴിയുമ്പോഴത്തേക്കും പ്രോബ്ലം പൊല്യൂഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട കേസുകളാണ്. അപ്പോൾ കുറച്ചുകൂടി കഴിഞ്ഞ് കണ്ടിന്യൂസ് ആണെങ്കിൽ ഇത് വീണ്ടും തെളിഞ്ഞു വരും. പക്ഷേ അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലം ഒന്നുമില്ല. വണ്ടി ഓടിക്കണതിന് വേറെ പ്രശ്നങ്ങളോ മിസ്സിങ്ങിൻ്റേതായിട്ടുള്ള കംപ്ലയിൻസോ അങ്ങനെയൊന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. നിലവിൽ വേറെ പ്രോബ്ലം ഉള്ള കേസല്ല അങ്ങനെ വന്നാൽ പോലും കേട്ടോ. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമ്മൾ ഒരുമിച്ചാണ് മാറ്റിയിടുന്നത്. അത് നമുക്ക് ഓരോ 10,000 കിലോമീറ്ററിലൊക്കെ ചെയ്താൽ മതി. പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലിയറാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കും കൂടി നമ്മൾ ബാക്ക് വീൽ അഴിച്ച് വെച്ചേക്കാണ്. അതിന് ശേഷം ഫ്രണ്ടും കൂടി നമ്മൾ അഴിക്കും. അതിൻ്റെ ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും. ഫ്രണ്ടിലത്തെ ടയറായാലും അത്യാവശ്യം നല്ല ടയറാണ് ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഉള്ളത് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഒരു കേബിൾ കംപ്ലയിൻ്റ് ഉണ്ട്. അത് പറയാൻ കാരണം നമുക്കിവിടെ നോക്കുമ്പോൾ അറിയാം, ഈ കേബിൾ ഈ ബ്രേക്ക് പിടിച്ച് ഈ കേബിൾ ഇങ്ങടേക്ക് മൂവ് ചെയ്യാനുള്ള ഗ്യാപ്പുണ്ട്. ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങടേക്കാണ് മൂവ് ചെയ്യുക. പക്ഷേ ഈ കേബിൾ നോക്കുമ്പോൾ ഓൾറെഡി ഇത്രയും മൂവ് ആയി നിൽക്കണം, അതായത് ഔട്ടർ വലിഞ്ഞിട്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നിൽക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആ ബ്രേക്കിൻ്റെ കേബിൾ മാറ്റിയിടാം, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി കഴിയുമ്പോഴത്തേക്കും കേബിളിൻ്റെ ഔട്ടർ വലിച്ചിൽ വന്ന് ബ്രേക്ക് പിടിച്ചൊരവസ്ഥയിൽ നിൽക്കും വണ്ടി. അപ്പോൾ തള്ളുമ്പോൾ ടൈറ്റും ഫ്രണ്ട് ബ്രേക്ക് ആയതുകൊണ്ട് നമുക്കത് റിസ്ക്കാണ്. അത് ഒഴിവാക്കണതാണ് നല്ലത്. കൈയോടെ നമുക്ക് അതിൻ്റെ കേബിൾ നമുക്ക് മാറ്റിയിടാമെന്നുള്ളൂ. നിലവിൽ ബാക്കിയത്തെ എല്ലാ വർക്കുകളും നമുക്ക് ജനറൽ സർവീസിലടുത്ത് വന്നതാണ്. പിന്നെ ആ ബ്രേക്കിൻ്റെ ഒരു കേബിൾ മാറ്റണമെങ്കിൽ നമുക്ക് ഫ്രണ്ടിലത്തെ കവർ കാര്യങ്ങളൊക്കെ അഴിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്ന വർക്കുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം എസ്റ്റിമേറ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ നോക്കാം, എന്നിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം.
വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 5 മണി 5:30 ആകുമ്പോഴത്തേക്കാണ് കംപ്ലീറ്റ് ആവുള്ളൂ. കംപ്ലീറ്റ് ആക്കിയാൽ കോൺടാക്ട് ചെയ്തേക്കാം. അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടേക്കാം. അതിനുശേഷം വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കട്ടോ.